ഞാൻ ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ഓർത്തോപെഡിക് സർജൻ, CH ഹോസ്പിറ്റൽ വാരം ആൻഡ് മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ കണ്ണൂർ. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രായമായവരുടെ പ്രശ്നങ്ങളെ പറ്റിയാണ്. പ്രായം മനസ്സിനാണ്, ശരീരത്തിനല്ല എന്നെല്ലാം പറയാമെങ്കിലും പ്രായക്കൂടുതൽ, അതായത് ഒരു 80 വയസ്സ് കഴിയുക, അത് ശാരീരികമായ പല പ്രശ്നങ്ങൾക്കും കാരണമാകാം, മാനസികവും ഉണ്ടാകാം. പല പല മരുന്നുകൾ, പ്രഷർ, ഷുഗർ, ഹാർട്ട് ഡിസീസ്, ഇങ്ങനെ പല കോമോർബിഡിറ്റീസ് ഈ പ്രായക്കാർക്കുണ്ടാവാം. ഓസ്റ്റിയോപൊറോസിസ് അഥവാ അസ്ഥികളുടെ ബലക്ഷയം, അതും ഇവരെ ബാധിച്ചിട്ടുണ്ടാവാം. ഇതെല്ലാം നിയന്ത്രണ വിധേയം ആക്കാം എന്നല്ലാതെ കംപ്ലീറ്റായി പഴയ ചെറുപ്പം ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ ദിനചര്യയിൽ, വീടുകളിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വീഴ്ച ഒഴിവാക്കുക എന്ന് തന്നെയാണ്. അതിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബാലൻസ്. ഇപ്പോൾ ഡെയിലി കുറച്ച് എക്സസൈസൊക്കെ, പറ്റാവുന്ന എക്സസൈസ് ഇവർ ചെയ്ത് ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്താൻ ശ്രമിക്കണം. ഒന്ന് എഴുന്നേറ്റ് ഇരിക്കുക, ഇത് തന്നെ ഒരു എക്സസൈസ് രൂപത്തിലാക്കാം. സിമ്പിൾ എക്സസൈസ് മതി. അധികം ഓടിച്ചാടാനൊന്നും ഈ പ്രായത്തിൽ സാധിച്ചെന്ന് വരില്ല, എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. മിക്കതും സഡനായിട്ടൊരു കാര്യവും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്ക് സഡനായിട്ട് കിടന്നെടുത്തുനിന്ന് എഴുന്നേൽക്കുക എല്ലാം ചെയ്താൽ ഒരു ഗിഡിനെസ് അല്ലെങ്കിൽ തലകറക്കം ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. മിക്കവർക്കും ഞങ്ങൾ ഓർത്തോപെഡിക് സർജൻസ് കാണുന്ന ഫ്രാക്ചറുകളിൽ ഹിപ്പ് ഫ്രാക്ചർ നെക്കും ട്രൊക്കാൻഡിക് ഫ്രാക്ചറും വളരെ സർവ്വസാധാരണം. ഈ പ്രായക്കാർ അവർ അത് ഒഴിവാക്കുന്നതാണ് ബുദ്ധി. വന്നു കഴിഞ്ഞാൽ ചികിത്സ ഉണ്ട്, എങ്കിലും ബുദ്ധിമുട്ടുണ്ട് തന്നെയാണ്. അതുകൊണ്ട് വീടും പരിസരവും സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം. ബാത്റൂമിലേക്ക് പോകുന്ന വഴി, വീട്ടിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, ബാത്റൂമിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കുക, സ്റ്റെപ്പുകളുണ്ടെങ്കിൽ കഴിയുന്നതും സ്റ്റെപ്പുകൾ ഒഴിവാക്കുക ബാത്റൂമിലേക്ക് പോകുന്നതിന്. മിക്ക വീടുകൾക്കും പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ബാത്റൂം ഏരിയ പിന്നീട് പണിയുകയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മെയിൻ ബെഡ്റൂമിൽ നിന്ന് സ്റ്റെപ്പ് വരും. ഇത് ഭയങ്കരമായ പ്രശ്നമാണ്. പിന്നെ ചിലപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്, പിടിക്കുന്നതിനുള്ള അഡീഷണൽ ഫിറ്റിങ്സും നല്ലതാണ്. ഇങ്ങനെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. ഇതാണ് ഇന്നത്തെ എൻ്റെ നിങ്ങൾക്കുള്ള ഉപദേശം. നമസ്കാരം.